ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് അസാധ്യതകൾ നമ്മെ ഭയപ്പെടുത്തി നിൽക്കുന്ന നേരത്ത് സാധ്യതകളുടെ വാതിൽ നമുക്കായി തുറന്നു തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞ വചനം. ഇത് പറയുമ്പോൾ 2 അസാധ്യതകളുടെ പശ്ചാത്തലമുണ്ട്. ഒന്ന്, വൃദ്ധയായ വന്ധ്യയായ എലിസബത്തിന് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. 2, പുരുഷ സ്പർശമേൽക്കാത്ത കന്യകയായ മറിയത്തിൽ ദൈവപുത്രൻ ഉടലെടുക്കാൻ പോകുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം വാഗ്ദാനം ചെയ്താൽ അത് സജീവമാകും. മനുഷ്യന്റെ പരിധികൾ ദൈവത്തെ തടയുകയില്ല. ക്രിസ്മസ് അത്ഭുതങ്ങളുടെ ഉത്സവമാണ്. മനുഷ്യബുദ്ധിയുടെ തട്ടുകൾ തകർത്ത് ദൈവം ചരിത്രത്തിലേക്ക് കടന്നുവന്ന ദിവസം. കന്യകയിൽ നിന്ന് ജനനം. മനുഷ്യബുദ്ധിയാൽ അസാധ്യം, പക്ഷേ ദൈവത്താൽ സാധ്യം. ദൈവം മനുഷ്യനാകുക, ദൈവികതയും മാനുഷികതയും ഒന്നാവുക അസാധ്യം, പക്ഷേ ദൈവത്തിന് അസാധ്യം ഇല്ല. ദൈവസ്നേഹം മനുഷ്യവസതിയിൽ വസിക്കുക, ഇരുട്ടിൽ വെളിച്ചം പിറക്കുക അസാധ്യം, പക്ഷേ ദൈവം വെളിച്ചമാണ്. ക്രിസ്മസ് എന്നത് ദൈവത്തിൻ്റെ അസാധ്യമായ ഇടപെടലിൻ്റെ യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിലെ മതിലുകൾ മറിച്ചിടുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ ഈ വലിയ തിരുനാളിൽ നമ്മൾ കാണുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അസാധ്യതകളുടെ നീണ്ട നിരയുണ്ട്. മാറാത്ത സാഹചര്യങ്ങൾ, മാറാത്ത ആളുകൾ, മാറാത്ത രോഗങ്ങൾ, നടപ്പാകാത്ത സ്വപ്നങ്ങൾ, തുറക്കാത്ത വാതിലുകൾ, ബുദ്ധിമുട്ടുകൾ, നിരാശകൾ. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ചരിത്രത്തിൽ അസാധ്യം സാധ്യമാക്കി. ഇന്നും എപ്പോഴും ഞാൻ ജീവിക്കുന്ന ഈ നിമിഷത്തിലും ദൈവം അത് ചെയ്യും. എലിസബത്ത് തന്നെ കൈയൊഴിഞ്ഞു കളഞ്ഞ ജീവിതത്തിൽ ഒരു നവജീവിതം ആരംഭിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിൽ അമൂല്യമായ ഒരു അത്ഭുതം നടപ്പാകുന്നു. ദൈവസ്നേഹം മനുഷ്യദേഹം ധരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അസാധ്യം ദൈവത്തിൻ്റെ കൈകളിൽ സാധ്യമാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്മസ്. നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. നിന്റെ വഴികൾക്ക് വെളിച്ചം വരും. നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. നീ കരുതാത്ത സ്ഥലത്ത് പുതിയ വഴി തെളിയും. ദൈവം സ്പർശിക്കുന്ന നിമിഷം അസാധ്യം സാധ്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, അസാധ്യമായവയെ സാധ്യമാക്കുന്ന ഉടയവനെ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പ്രകാശമായി ക്രിസ്മസ് ഞാൻ ധ്യാനിക്കുന്നു. കർത്താവേ, നിന്റെ വാക്കുകൾ എൻ്റെ കാതുകളിൽ ഇപ്പോൾ മുഴങ്ങുന്നു. ഭയപ്പെടേണ്ട, ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിറവേറാതെ കിടക്കുന്ന സ്വപ്നങ്ങൾ, സുഖപ്പെടാത്ത മുറിവുകൾ, എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, സൗഖ്യം ലഭിക്കാത്ത ബന്ധത്തിലെ മുറിവുകൾ, ഇതൊക്കെ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് വയ്ക്കുന്നു. കർത്താവേ, എന്നെ നീ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ സംശയങ്ങൾക്ക് പകരം വിശ്വാസം നൽകണമേ. എൻ്റെ ഭയങ്ങൾക്ക് പകരം ധൈര്യം നൽകണമേ. എൻ്റെ നിരാശയ്ക്ക് പകരം പ്രത്യാശയും, എൻ്റെ വറ്റിപ്പോയ ആത്മാവിൽ പുതുജീവനും പകരണമേ. കർത്താവേ, ഈ ക്രിസ്മസ് എനിക്കൊരു കേവല ഓർമ്മക്കാലമായി ചുരുങ്ങിപ്പോകാതെ ഒരു ജീവിക്കുന്ന അനുഭവമായി മാറട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവിൻ്റെ തിരുഹിതത്തിന് എളിമയോടെ സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.